സംവിധാനം ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റാക്കിയ വിനീത് ശ്രീനിവാസൻ വീണ്ടും എത്തുന്നു പുതിയൊരു ചിത്രവുമായി വർഷങ്ങൾക്ക് ശേഷം. അതിൽ ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ഒന്നിക്കുമ്പോൾ കൂടെ നിവിൻ പോളിയും. മാസാകുമോ വർഷങ്ങൾക്ക് ശേഷം? ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് പ്രതികരണം ചോദിച്ചേക്കാം. നേരെ വീഡിയോ. ക്ലാസ് ഓടാണോ മാസം ഓടാണോ? ക്ലാസ് ഓടാം. നിവിൻ പോളി എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ അതിനകത്ത് പറയുന്നുണ്ടല്ലേ? പുള്ളിയുടെ പടങ്ങളെല്ലാം നിരത്തി പൊട്ടിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയുന്നു. ഓക്കെ ചേട്ടാ, പടം ഉണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. ക്ലാസ് ഓടാണോ മാസം ഓടാണോ? ക്ലാസ് ഓടാണോ? എങ്ങനെ ഉണ്ടായിരുന്നു പടം? ഉണ്ടായിരുന്നു. ഡയറക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പടമാണ്. പടം ഉണ്ടായിരുന്നു കേട്ടോ. പടം ഉണ്ടായിരുന്നു. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. കണ്ടിരിക്കേണ്ട സിനിമയാണ്. ക്ലാസ് ഓടാണോ അതോ മാസം ഓടാണോ? മാസമല്ല, ക്ലാസ് ആണ്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നിവിൻ പോളി തകർത്ത് കുറെ നാൾക്ക് ശേഷം കുറെ നല്ല കോമഡി കണ്ടു. എല്ലാം കൊണ്ടും നല്ല സിനിമ. തിരിച്ചു വന്നു. കംബാക്ക് ആണ്. കംബാക്ക് തീർച്ചയായിട്ടും നിവിൻ പോളിയുടെ കംബാക്ക് ആണ്. ഓക്കെ കേട്ടോ, താങ്ക് യു. പടം സൂപ്പറാണോ? പടം ഉണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. ക്ലാസ് ഓടാണോ മാസം ഓടാണോ? പടം ഉണ്ടായിരുന്നു. നല്ല സിനിമ. പടം ഉണ്ടായിരുന്നു ചേട്ടാ. നൈസ് ആയിരുന്നല്ലേ? പടം ഉണ്ടായിരുന്നേട്ടാ. ക്ലാസ് പടമാണോ? പടം ഉണ്ടായിരുന്നു. അടിപൊളി പടം. എങ്ങനെയുണ്ട്? സീൻ പടം. നിവിൻ പോളി എങ്ങനെയുണ്ട്? നല്ല കോമഡി ആയിട്ട് നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. പൊളിച്ച്. അപ്പൊ വിഷു തൂക്കും. ഉറപ്പല്ലേ ചേട്ടാ? പടം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പടമായിരുന്നു. പടം ഉണ്ടായിരുന്നു ചേച്ചി? പടം ഉണ്ടായിരുന്നു. പടം ഉണ്ടായിരുന്നു. അടുത്ത ഹിറ്റ് 2020 അടുത്ത ഹിറ്റ്. ചേട്ടാ ഉണ്ടായിരുന്നു. പടം ഉണ്ടായിരുന്നു. നിവിൻ പോളി അടിപൊളിയായിരുന്നു. ചേട്ടാ പടം ഉണ്ടായിരുന്നു. അടിപൊളി പടമായിരുന്നു. ചേട്ടാ പടം ഉണ്ടായിരുന്നു. അടിപൊളി. നിവിൻ പോളി സെക്കൻഡ് ഹാഫ് പൊളിയായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ബ്രോ പടം? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു ബ്രോ പടം? എങ്ങനെയുണ്ട് പടം? പൊളിച്ച്. ചേട്ടാ പടം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. ക്ലാസ് പടമാണോ അതോ മാസം പടമാണോ? നല്ല പടം. ചേട്ടാ പടം അങ്ങനെ ഉണ്ടായിരുന്നു. പൊളി പടമായിരുന്നു. നിവിൻ പോളി ഉണ്ടായിരുന്നു. പൊളിയായിരുന്നു. പടം ഉണ്ടായിരുന്നു. നല്ല പടം. കംബാക്ക് ആണോ നിവിൻ പോളിയുടെ? നിവിൻ പോളിയുടെ കംബാക്ക് ആണ്. ആണല്ലേ? മാസ് പടമാണോ ക്ലാസ് പടമാണോ? രണ്ടും ഉണ്ട്. ഉണ്ടല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പൊളിച്ചോ? വിഷു തൂക്കുവോ? നല്ല പടം. അടിപൊളി പടം. എല്ലാം കൊണ്ടും അടിപൊളി. രണ്ടുപേരും പൊളിച്ചു. നിവിൻ പോളിയാണോ ഏറ്റവും ബെറ്റർ? രണ്ടുപേരും സൂപ്പർ. നിവിൻ പോളിയുടെ കംബാക്ക്. നിവിൻ പോളി നല്ല രസമുണ്ട്. നിവിൻ പോളിയായിരുന്നു. മറ്റൊരു വിനീത് ശ്രീനിവാസൻ മാജിക്. നിവിൻ പോളി പൊളിച്ചു. ഒന്നും പറയാനില്ല. തീ അടിപൊളിയായിരുന്നു. നിവിൻ പോളി വരുമ്പോഴത്തേക്ക് പടത്തിന്റെ ഒരു ജോണറങ്ങ് മാറും. രക്ഷയില്ല. അപ്പം വിഷു തൂക്കും. ഇത് ഹിറ്റാവും ഉറപ്പാ. നീ ആവേശം എങ്ങനെയാണെന്ന് അറിയില്ല. ഹിറ്റാവും ഉറപ്പാ. യൂട്യൂബിൽ കേൾക്കുമ്പോൾ ഉള്ള ഒരു ഇമ്പാക്ട് അല്ല തിയേറ്ററിൽ. നല്ല തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് ആ മ്യൂസിക്കിന്റെയും നല്ല കമ്പോസ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും എല്ലാം നല്ല തിയേറ്ററിൽ കാണണം. ഇങ്ങനെ ആ ഒരു കോമ്പോസിഷന്റെ ഒരു ഇമ്പാക്ട് കിട്ടും. വിനീത് ശ്രീനിവാസൻ സംവിധാനത്തിൽ അടിപൊളിയായിരുന്നു. സംവിധാനം പുള്ളിക്ക് ആ ഒരു പൾസ് അറിയാം. നിങ്ങൾ പടം കണ്ടു എവിടെ കൈയടി കിട്ടും എന്നുള്ള അറിയാം. പിന്നെ മ്യൂസിക് രക്ഷയില്ല. നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ ഒരു അത്ര പോരായിരുന്നു. എങ്കിലും തിയേറ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് മ്യൂസിക് കയറി കൊടുക്കുന്നു. പടം ഉണ്ടായിരുന്നു. കൊള്ളാം. നിവിൻ പോളിയുടെ കംബാക്ക് കംബാക്ക് മാസോടാണോ? ചേട്ടാ പടം ഉണ്ടായിരുന്നു. വളരെ മികച്ചൊരു ചിത്രമാണ്. ഒരു വിനീത് ശ്രീനിവാസ സിനിമയിൽ നിന്ന് ആരാധകൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കൃത്യമായി തന്നിട്ടുണ്ട്. പക്ഷേ പടത്തിന്റെ സെക്കൻഡ് ഹാഫില് നിവിൻ പോളി ഫുള്ളായിട്ട് തൂക്കിക്കൊണ്ടുപോയ അവസ്ഥയാണ്. ഇപ്പൊ മരണമാസ സിനിമയാണ്. മരണമാസത്തിലെ ക്ലാസ് സിനിമ അപ്പം വിഷു തൂക്കും. പിന്നെ ഉറപ്പാണ്. കാരണം ഒരു തവണ കണ്ട പ്രേക്ഷകന് പിന്നെയും കാണാൻ തോന്നും. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് സിനിമ വേറൊരു ലെവലിൽ കൊണ്ടുപോകും. നിവിൻ പോളി എപ്പം കടന്നു വരുന്നോ ആ സമയം തൊട്ട് സിനിമ വേറൊരു തരത്തിലേക്ക് പോവുക. എന്റെ അടുത്തിരുന്നവര് അതേവരെ ഭയങ്കര ഗൗരവത്തിലേക്ക് സിനിമ ഉണ്ടോരാ. പക്ഷെ നിവിൻ പോളിയുടെ സീൻ തൊട്ട് എന്റെ അടുത്തൊരു ലേഡി ആയിരുന്നത് അവർ ഭയങ്കര ചിരിയായിരുന്നു. പുള്ളിയുടെ സീൻ തീരുന്ന ചിരിച്ചോണ്ട് നിവിൻ പോളി തിരിച്ചു വന്നു. പിന്നെ നിവിൻ പോളി വേറൊരു ലെവൽ കാണിച്ച്. അതേപോലെ തന്നെ സിനിമയിൽ ഒരുപാട് ട്രോള് വരുന്നുണ്ട്. സിനിമയിലെ പാരമ്പര്യ ഘടകങ്ങളെ ഒരുപാട് ട്രോളുന്നുണ്ട്. പ്രണവ് മോഹൻലാലിനെ തന്നെ ട്രോളുന്ന ഒരു സീൻ തന്നെ അതിനകത്ത് കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് രസകരമായ രീതിയിൽ സിനിമ പോകും. ഒരിക്കലും പൈസ മുടക്കുന്നതിന് നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത വരുത്തില്ല. അത്രയും ഗംഭീരമായ ചിത്രം. ഓക്കെ.